ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രചരണ പരിപാടികളുമായി മൂന്ന് മുന്നണികളും കേരളത്തിൽ സജീവമായി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിന്ന് നേർവിപരീതമായി ഇത്തവണ സോഷ്യൽ മീഡിയയിലാണ് കനത്ത പ്രചരണവുമായി മുന്നണികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേക വാർ റൂമുകൾ ഓരോ പാർട്ടിയും തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനോടൊപ്പം സോഷ്യൽ മീഡിയയിലെ ബിജെപിയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കുന്നതിനായി പ്രത്യേക സൈബർ പോരാളികളെ രംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും ശ്രമമെന്നാണ് അറിയുന്നത്. ഇതുവരെയും ഇവർ ഇതിനായി ആരെയും രംഗത്തിറക്കിയിട്ടില്ല. BJP ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇരു പാർട്ടികളും സൈബർ രംഗത്ത് വിദഗ്ധരെ ഇറക്കുന്നത്. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് AK ആന്റണിയുടെ മകനായിരിക്കും. മാത്രമല്ല, ഇതിനായി താല്പര്യമുള്ള ആളുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഇരു പാർട്ടികളും പുറത്തിറക്കിയ പോസ്റ്ററുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഡിജിറ്റൽ വിപ്ലവം രാജ്യത്തിന് സമർപ്പിച്ച തങ്ങളോടൊപ്പം സോഷ്യൽ മീഡിയ വോളണ്ടിയർ ആകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാണ് കോൺഗ്രസ് പാർട്ടി പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. കമ്പ്യൂട്ടറിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുതെന്ന ചിത്രവും ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നു. നിരവധി പേരാണ് പോസ്റ്ററിന് പിന്നാലെ സൈബർ വോളണ്ടിയർമാരാകാൻ താല്പര്യം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര പേരാണ് ഇങ്ങനെ എത്തിയതെന്ന് വെളിപ്പെടുത്താൻ നേതൃത്വം തയ്യാറായിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മളാണോ ഈ പോസ്റ്റ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചുകൊണ്ട് CPM കേരള ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ട ഒരു പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. എന്നാൽ 24 മണിക്കൂറിനകം തന്നെ ഒന്നാം ഘട്ട രജിസ്ട്രേഷൻ പൂർത്തിയായെന്ന് കാണിച്ച് അറിയിപ്പ് വരികയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 19,383 പേർ ഇതിനോടകം തന്നെ CPM-ൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരവകാശപ്പെടുന്നതും ഇതുതന്നെയാണ്. താല്പര്യം അറിയിച്ചവരെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീം ബന്ധപ്പെടുമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട്. ഇതിനു പുറമെ എല്ലാ നിയോജക മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തി വർഗ യുവജന സംഘടനകളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഇതിനോടകം തന്നെ CPM തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇടപെടേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഈ ഗ്രൂപ്പുകളിൽ വ്യക്തമായ നിർദ്ദേശം ലഭിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഡിജിറ്റൽ രംഗത്ത് സജീവമായി BJP രംഗത്തുണ്ട്. ഇത്തവണ പ്രത്യേക ആപ്പ് വഴിയാണ് പ്രചരണം നടത്തുന്നത്. നമോ ആപ്പിലൂടെയും ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ BJP തുടങ്ങിയിട്ടുണ്ട്. മോദി സർക്കാർ കൈവരിച്ച നേട്ടങ്ങളും മറ്റും ജനങ്ങളിലെത്തിക്കാൻ വിവിധ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ രംഗത്തുണ്ട്. പ്രത്യേക സർവ്വേകളും ഇതിനായി BJP നടത്തുന്നുണ്ട്. നമോ ആപ്പിലൂടെ പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനും ഈ ആപ്പിലൂടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതുകൊണ്ടെല്ലാം തന്നെ ഇത്തവണ തീ പാറുന്ന പോരാട്ടമാകും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്ന് മുന്നണികളും ഗംഭീര വിജയത്തിന് വേണ്ടി കച്ചമുറുക്കി ഗോധയിലിറങ്ങുമ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് തീ പാറും എന്നത് ഉറപ്പാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് പരമാവധി യുവ വോട്ടുകൾ ശേഖരിക്കാനാണ് മൂന്ന് മുന്നണികളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം എതിർ പാർട്ടിക്കാർ നടത്തുന്ന പ്രചാരണത്തിന് മറുപടി പറയുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ടാകും. എന്നാൽ വിജയത്തിന് വേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്ന സ്ഥിതി എത്തുന്നതോടെ വ്യാജ വാർത്തകൾ പ്രചരിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് സൈബർ ലോകം വിലയിരുത്തുന്നത്. എന്തായാലും ഒരു തീ പാറുന്ന സൈബർ യുദ്ധം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.